ഞാൻ പറഞ്ഞ പോലെ പക്കോട ഉണ്ടാക്കാൻ പോകണം. ഇവിടെ വന്നപ്പോഴാണ് നോക്കിയപ്പോൾ വളരെ കുറച്ച് ഇതേ ഉള്ളൂ ഈ പൊടി കടലമാവ്. കിച്ചൺ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് കിടക്കുകയാണ്. നോക്കൂ, ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ടുണ്ടെങ്കിൽ ചളി ഇങ്ങോട്ട് വരും. എന്താണെന്നൊരു ഉണ്ടായത്, ഈ മഴ പെയ്തില്ല ഇപ്പോൾ ഫുള്ള് പുറത്തുനിന്ന് കാറ്റടിച്ച് ഇവിടെ അത്രയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ലൈഫിൽ ഇതേവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒത്തിരി ഉള്ളിലേക്ക് കാറ്റടിച്ചിട്ട് ചളിയും മണ്ണൊക്കെ കൂടി പുറത്തുനിന്ന് ആ ജനലിൻ്റെ മുകളിലേക്ക് കൂടി കടന്നു വന്നു. ഇനിയിപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. പക്ഷേ ആദ്യം എനിക്ക് ഇത് തിന്നണം, പക്കോട, എന്നിട്ട് ഞാൻ വൃത്തിയാക്കും എനർജി കിട്ടിയതിൻ്റെ ശേഷം. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇത് അരിക്കുകയാണ് ചെയ്യുന്നത്. കടലപ്പൊടി നന്നായിട്ടൊന്ന് അരിച്ച് അതിൽ കുറുഞ്ചാത്തിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നൊരു പേടി. കാരണം കുറച്ച് ദിവസമായില്ല ഇപ്പോൾ വെച്ചിട്ട് നമ്മൾ. സോ അരിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചേർക്കാം. എന്നിട്ട് ഞാൻ പറയാം എന്താ ചെയ്യണമെന്നുള്ളത്. കടലപ്പൊടി, ഓക്കെ. ഉള്ളി അറിയാം. ഉള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ ഉള്ളീസ് ഇത്രയും ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളിനെ നമ്മൾ കട്ട് ദെൻ പുട്ട്. ഓക്കെ, സോ മൈ ഗുഡ്നസ്, ഇത് ഐക്കിയെന്ന് വാങ്ങിയിട്ടുള്ള കത്തിയാണ് കേട്ടോ. വെരി ഷാർപ്പ്, വളരെ മൂർച്ചയുള്ള കത്തിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉള്ളി അരിയുക. കാരണം ഉള്ളി അരിയലും വറുത്താലും കോൺസെൻട്രേഷൻ മാറിയാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കട്ട് ചെയ്ത് അതുകൊണ്ട് പക്കോട ഉണ്ടാക്കും. സോ കെയർഫുള്ളി ഐ എം ഡൂയിങ് ദിസ്. ഓക്കെ, സോ ഉള്ളി അരിയുന്ന ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിയാം, ഒന്നും പറ്റിയിരുന്ന ഭാഗ്യത്തിന്. എന്നിട്ട് നമുക്ക് പക്കോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള പക്കോടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. യാതൊരു വക ഡ്രാമയൊന്നുമില്ല. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആദ്യം ഇടുന്നു. പിന്നെ ഞാനൊരു ലേശം 2 ചെറിയ പച്ചമുളക്, അധികം എരിവില്ലാത്ത അരിഞ്ഞുണ്ട്, അതും നിൽക്കിയിടുകയാണ്. യു ക്യാൻ സീ ഉള്ളി ആൻഡ് പച്ചമുളക് ഐ ഹാവ് പുട്ട് നൗ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഓക്കെ, ഉപ്പ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, അവസാനം ചേർത്താലും മതി. സോ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നിൽക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് യു ക്യാൻ സീ എൻ്റെ മല്ലിപ്പൊടി. അത്രയ്ക്ക് അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ ഞാൻ കുറച്ചാണ് മാറ്റി ഒരു ലേശം എന്ന് വെച്ചാൽ മല്ലിയില ഞാൻ ഇടുന്നില്ല, അതിന് പകരം ഒരു മല്ലിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി ഒരു ലേശം. മുളക് ഈ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമായി കാരണം കുറച്ച് കാശ്മീരി മിർച്ചും കൂടി ഇടാം, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കാശ്മീരി മിർച്ച് പിന്നെ കുറച്ച് അധികം ഇട്ടാലും വലിയൊരു എരിവിലേക്ക് അങ്ങോട്ട് എത്തില്ല. ഓക്കെ, ലേശം ഗരം മസാല, അല്പം സ്വൽപ്പ. പിന്നെ ഈനോ ഇട്ടുണ്ട് കുറച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട്, ലേശം ഈനോ. 1 2 3 4. ഓക്കെ, പിന്നെ എൻ്റെ ഫേവറേറ്റ് സംഭവം ജീരകം ഇട്ടുണ്ട് കുറച്ച്, ആൻഡ് കായപ്പൊടി. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കുക, കുഴയ്ക്കുക, അത്രയേ ഉള്ളൂ. കുഴയ്ക്കുമ്പോൾ നമ്മളിത് കൈ കൊണ്ട് കുഴച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. സോ മൈ കൈ ഈസ് കമ്പാരിറ്റീവ്ലി നല്ല കൈയാണ്. സോ കൈപ്പുണ്യം ചേർക്കണം എന്നുള്ളൊരു കൈ കൊണ്ട് കുഴയ്ക്കാൻ നല്ലത്. ഇൻ കേസ് കൈ നന്നല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് അറ്റംപ്റ്റ്. കൈ വൃത്തിയാക്കിയതിന് ശേഷം കുഴയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കുഴയ്ക്കാം. സോ ഞാൻ മാത്രമല്ലേ ഇവിടെ തിന്നാനുള്ളൂ. സോ കുറച്ച് കൈ കൊണ്ട് കുഴച്ചാലൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ വെള്ളം അങ്ങനെ കുടിക്കാത്തൊരു മാവാണ് കടലമാവ്. അപ്പോൾ വെള്ളം സൂക്ഷിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ആകെ വെള്ളത്തിൻ്റെ പ്രളയമായിരിക്കും. ആൻഡ് അപ്പോൾ രസമല്ല പക്കോട. സോ എനിക്കൊരു കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസി കിട്ടി. ഷോ ദാറ്റ് കൺസിസ്റ്റൻസി ടു യു. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി. ലേശം കൂടി വെള്ളം ഒഴിക്കാം, തരി. കൂടിയോന്നൊരു ശങ്ക ഇല്ലാതില്ല, പക്ഷെ കുഴപ്പമില്ല, കറക്റ്റാണ്. സോ നൗ യു ക്യാൻ സീ ഇങ്ങനൊരു ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, ഉള്ളിച്ചമ്മന്തി, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ മാവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പക്കോട ഉണ്ടാക്കി തിന്നുമ്പോൾ കാണാമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ലെറ്റ്സ് സീ. ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. സോ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പക്കോട വറുക്കാൻ ആവശ്യമുള്ള അത്ര വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിലാണ്. കുറച്ച് ഒഴിക്കണുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ പക്കോടകൾ ഇട്ട് നമുക്ക് വേവിക്കാം.
നമ്മുടെ എണ്ണ അത്യാവശ്യം സമയമെടുത്തു ചൂടാവാൻ, പക്ഷെ നന്നായി ചൂടായിട്ടുണ്ട്. സോ ഞാൻ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ടല്ല, കൈ കൊണ്ട് മെല്ലെ മെല്ലെ ഇടുകയാണ്. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് ഇടുകയാണ്. കയ്യും കൂടി ഫ്രൈ ആയി. നഖത്തിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ തട്ടിക്കാനും കൊണ്ട് വലിയ കുഴപ്പമില്ല. കയ്യിൻ്റെ ഫ്ലഷിൻ്റെ മുകളിലേക്കാണ് വെളിച്ചെണ്ണ തട്ടിച്ചാൽ അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ഐ എം പുട്ടിങ് 5. ഇതൊന്ന് ക്രൗഡഡ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ. ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട കാരണം കൊണ്ട് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ആയി ഇത്. സോ ഒരു വിത്തിൻ 2 minutes എന്ന് പറയാം നമുക്കിതായി. വല്ലാതെ കരിഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. സോ നമ്മൾ പാത്രത്തിലേക്ക് ആക്കി അടുത്ത ബാച്ച് ഇടുകയാണ്. അപ്പോൾ ബാച്ച് ഇടുമ്പോൾ നല്ല ഫാസ്റ്റ് ആവണം. ഇതേപോലെ ക്യാമറ കൊണ്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഞാനിപ്പോൾ തീ ഭയങ്കരമായിട്ട് സിമ്മിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നല്ല ഫാസ്റ്റായിട്ട് ഇടുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ പെട്ടെന്ന് കരിയും ചെയ്യും, നന്നായിട്ട് വെന്ത് കിട്ടൂല. സോ ആ ഒരു പരിപാടി വേണ്ട. നമുക്ക് ഉണ്ടാക്കുമ്പോൾ വൃത്തിയിലുണ്ടാക്കി തിന്നണ്ടേ. ആൾക്കാരെ കാണിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വായിക്ക് രുചി വേണ്ടേ കഴിക്കാൻ. വലിയ മക്കളെ എൻ്റെ ഒരു ഇത് വോൾട്ടേജ് പോയിട്ടാണ്. മൾട്ടി ടാസ്ക്. പക്കോടകളൊക്കെ റെഡിയായി. ഞാൻ കഴിച്ചു നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ ഉള്ളിയുടെ കാരണം കൊണ്ടായിരിക്കും. കോക്കനട്ട് ഓയിലാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലല്ലേ ചെയ്തത്, അത് കാരണം കൊണ്ടുള്ള സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ന്യൂട്രൽ ഇത്. തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും കൂടി വരുന്നതാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം. നന്നായിട്ടുണ്ട് അത്. ആൻഡ് കുറച്ച് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കട്ടൻ കാപ്പി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാം, തിളപ്പിക്കാം. വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഐ ഓൾവേസ് പ്രിഫർ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. നമുക്ക് കുറച്ച് ശർക്കര ഇതിലേക്കിടാം. ശർക്കര അതിലേക്ക് കാപ്പിയിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇടുമ്പോഴും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുമ്പോഴും രണ്ടും രണ്ട് തരം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട് ശർക്കര ഇടും. ഓക്കെ, ഇനി ശർക്കര ഇതിലൊന്നും കിടന്ന് അലിഞ്ഞൊന്ന് തിളയ്ക്കണം. അപ്പോൾ കാപ്പിപ്പൊടി ഇടാം. സി, നമ്മുടെ ശർക്കര ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. ഇത് വെറും ശർക്കര മാത്രം ഇട്ടിട്ടുള്ളതുണ്ട്. അതൊരു പ്യുവർ ഫോം ഓഫ് ശർക്കരയായ കാരണം കൊണ്ട് നല്ലൊരു കറുത്ത നിറമൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇതിങ്ങനെ തിളച്ചിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കാണുമ്പോൾ. ഈ തിളച്ച ശർക്കരയിലേക്കും വെള്ളത്തിലേക്കും നമ്മൾ കാപ്പിപ്പൊടി ഇടുമ്പോൾ അങ്ങോട്ട് തിളച്ച് പൊന്തി നമുക്ക് ആക്സിഡൻറ്റ്സ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മക്കളെ. അപ്പോൾ നമ്മൾ സിമ്മാക്കി വയ്ക്കാം, ഒന്ന് സബ്ഡി വെക്കാം അതിൻ്റെ ആ ഒരു തിളയ്ക്കൽ. ഇനി ഞാൻ ഇതിടുമ്പോൾ നോക്കിക്കോളൂ, അത് ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കുതിച്ച് മുമ്പിലേക്ക് വരും. എന്നെ പറ്റിച്ചു, അങ്ങനെ വല്ലാതെ കുതിച്ചില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ചും കൊണ്ടിരിക്കുന്ന പതഞ്ഞ് പൊന്തുന്ന ശർക്കരയും വെള്ളമുള്ള മിക്സിലേക്ക് നമ്മൾ കാപ്പിപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് അത് മുകളിലേക്ക് പൊന്തിയിട്ട് ഈ ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനും പോകും. പിന്നെ നമ്മളടുത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്പില്ലായിട്ട് നമ്മുടെ മേലേക്ക് വരാനും സാധ്യതയുണ്ട്. സോ ഇത്രയേ ഉള്ളൂ കാപ്പി. ഇനി ഇത് അരിക്കുക, ഉപയോഗിക്കുക. ഇനി അധികമൊന്നും ചെയ്യാനില്ല. ഇനി നമ്മളുടെ സ്റ്റീമിങ് ചായയുടെ കാപ്പിയുടെ ഒപ്പം ഗരം ഗരം പക്കോടെ. നന്നായിട്ട് മെല്ലെ ഇരുന്ന് കഴിക്കണമെന്ന് മാത്രം. ചൂടൊക്കെ ഒന്ന് സബ്ഡ്യൂ ആയി നല്ല ടേസ്റ്റിൽ ആംബിയൻസൊക്കെ ഇങ്ങനെ ആഘോഷിച്ചിട്ട് ഞാൻ എൻ്റെ നേരെ മുമ്പിൽ എന്താ കാണുന്നതെന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, സുഖമായിട്ട് ബാൽക്കണിയിൽ ഇരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ ചളി മയായി. അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഓരോ സിപ്പായിട്ട് കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ബാൽക്കണിയിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിച്ചും കൊണ്ട് ഇരുന്ന് കുടിച്ച് അത് കരഞ്ഞ് തീർക്കാം നമുക്ക് ആ ഒരു സുഖം.